ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്കേറ്റിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു. അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അതിൽ ഷൂവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ ചെയ്യാൻ പോകുന്നത് ബോഡിയുടെ പൊസിഷനും പിന്നെ അല്ലെങ്കിൽ ലിഫ്റ്റിങ്ങിൻ്റെയും. കാരണം ഷൂ ഇടുമ്പോൾ എന്താ പറയുക, ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ വെക്കേണ്ടത്, ചിലവർ ഷൂ ഇടാൻ നേരത്ത് ലൂസായിട്ടൊക്കെയും വെക്കുന്നത്, പിന്നെ ചിലവർ ആംഗിളും കാര്യങ്ങളൊക്കെ വീക്ക് ആയിരിക്കും, ബോഡി പോസ്റ്റ് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ വാമ്പൊക്കെ ചെയ്തിട്ട് ഷൂ ഇടണതാണ്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് പാർട്ടിലോട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, വാമ്പൊക്കെ ചെയ്തു, ഷൂ ഇട്ടിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര വലിയ സ്കേറ്റർ ആണെങ്കിലും ഹെൽമെറ്റ് ഇടാൻ മറക്കരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഗാർഡ്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. തല പൊട്ടി പെട്ടെന്നൊക്കെ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയാൽ ആ സ്പോട്ടിൽ തീരും. അതുകൊണ്ട് ഹെൽമെറ്റ് നിർബന്ധമാക്കുക. നിങ്ങൾ കുട്ടികൾക്ക് നിർബന്ധമാക്കുക. കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള കട്ടിയുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ഈ സ്പോഞ്ചിൻ്റെ ഒക്കെ ചിലർ ഇടുന്ന കണ്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ചില കട്ടി കുറവുള്ള ഹെൽമെറ്റ് ഇടുന്ന കണ്ടിട്ടുണ്ട്. അതൊന്നും യൂസ് ചെയ്യാതെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്കേറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലെഗ് ലിഫ്റ്റിംഗ് ആണ്. ചിലവർക്ക് ഈ ലെഗ് ലിഫ്റ്റിംഗ് ചിലപ്പോൾ ആദ്യം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ മണ്ണില്ലേ, നമ്മുടെ ബീച്ചിലെ മണ്ണോ പൂഴിമണ്ണോ അതിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കാല് പൊക്കി ഇങ്ങനെ നടക്കുക. വീൽസ് റൊട്ടേറ്റ് ആവില്ല. അല്ലെങ്കിൽ ഗ്രാസ്, പുല്ലിൽ എവിടെയെങ്കിലും നടക്കുക. ജസ്റ്റ് ഇങ്ങനെ മുട്ട് പൊക്കി ഇങ്ങനെ നടന്നാൽ മതി. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നടന്നാൽ മതി. അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിക്കുക. ഇപ്പോൾ ഇവിടെ സ്പേസ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രില്ലാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കാം. പിടിച്ചു നിന്നതിന് ശേഷം നിങ്ങളുടെ ലെഗ് ലിഫ്റ്റ് ചെയ്യേണ്ടത് മുട്ട് നേരെ പൊക്കിയിട്ട് ഡൗൺ ചെയ്യുക. ബാക്കിലോട്ട് ഇങ്ങനെ ആക്കാൻ പാടില്ല. ബാക്കിലോട്ട് ഇത് പോവാതെ നേരെ ലിഫ്റ്റ് ചെയ്ത് നല്ല ഹാർഡായിട്ട് ഇങ്ങനെ ചവിട്ടുക. എന്നാലേ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ തന്നെ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഒരു ചെറിയ ഗ്യാപ്പ് വേണം. ഞാൻ ഇപ്പോൾ തിരിഞ്ഞെന്ന് കാണിക്കുന്ന ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയാണ്. ഒരു ചെറിയ ഗ്യാപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാല് ഇത്ര അടുത്ത് വെച്ച് ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ഓവർ ഗ്യാപ്പ് ആവാനും പാടില്ല. ലെഗ് നേരെ വെച്ച് ഈ ലിഫ്റ്റിംഗ് ആദ്യം ചെയ്യാം. കാരണം ഷൂസിന് വെയിറ്റ് ഉണ്ട്. കുട്ടികൾ ചെയ്യാൻ നേരത്ത് ഷൂസിന് വെയിറ്റ് ഉള്ളതാണ് ചിലപ്പോൾ അവർക്ക് ലെഗ് ലിഫ്റ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അഡ്രസ് ആണെങ്കിൽ പോലും ഒരു ഷൂവിന് ഏകദേശം 1.5 കിലോ അടുത്തുണ്ട് വെയിറ്റ്. അപ്പോൾ ഈ എക്സസൈസ് നിങ്ങളൊരു 100 പ്രാവശ്യം ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് കൈ വിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പഠിക്കുക. പാരലായിട്ട് ലിഫ്റ്റ് ചെയ്യുക. ലെഗ് വി ഷേപ്പ് വെച്ച് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മുമ്പിലോട്ട് പോകാനും അൺബാലൻസ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ പിടിച്ചിട്ട് 100 പ്രാവശ്യം ലിഫ്റ്റ് ചെയ്തതിന് ശേഷം പിടിക്കാതെ ഇങ്ങനെ നേരെ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബോഡി ബെൻഡ് ചെയ്ത് വെക്കുക. കാരണം വെച്ചാൽ ഇൻ കേസ് നിങ്ങൾ ബാലൻസ് തെറ്റിപ്പോണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് വീഴാൻ വേണ്ടിയാണ് ബോഡി നമ്മൾ ബെൻഡ് ചെയ്യണത്, മുട്ടും ബെൻഡ് ചെയ്യണത്. ഓക്കെ, എന്നിട്ട് ലിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പാർട്ട് എന്ന് വെച്ചാൽ, ബോഡിനെ ഞാൻ പറഞ്ഞു എങ്ങനെയാന്ന്, മുട്ടിൻ്റെയും പറഞ്ഞു. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ആംഗിളുടെ ആണ്. ഈ ആംഗിൾ ഇങ്ങനെ വളഞ്ഞു പോകാനോ ഇൻസൈഡ് ഇങ്ങനെ വരാനോ മുട്ടിങ്ങനെ ടച്ച് ആവാനോ പാടില്ല. മുട്ട് എപ്പോഴും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. ഈ ആംഗിളിൻ്റെ പോർഷൻ ഔട്ട് വരാനോ ഇന്ന് വരാനോ പാടില്ല. ഇത് വരാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ആംഗിളിൻ്റെ ഈ ഒരു ബുബ്ലി വരാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ ഷൂ ലൂസായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആംഗിള് സ്ട്രെങ്ത് ആയിരിക്കില്ല. ആംഗിൾ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടും അത് വരാൻ ചാൻസ് ഉണ്ട്. ചിലവരെ നോക്ക് നീ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ മുട്ടിടിച്ച് നിൽക്കുക, അത് കാല് കൂട്ടി വെക്കണമെങ്കിൽ മുട്ടിടിച്ച് നിൽക്കുന്ന കുട്ടികൾക്കും ഉണ്ടാവും, നോക്ക് നീയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എക്സസൈസിൻ്റെ വീഡിയോ വേറെ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ആൾക്കാർ ഷൂ ടൈറ്റ് ആക്കി വെക്കുക. എന്നിട്ട് ആംഗിൾ ഇങ്ങനെ ഇൻസൈഡ് ഔട്ട് സൈഡ് പോവാതെ നീയുടെ ഗ്യാപ്പ് വെച്ചിട്ട് പാരലായിട്ട് ഈ ലിഫ്റ്റ് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നമുക്ക് നമ്മൾ മെയിനായിട്ട് സ്കേറ്റിങ് ചെയ്യുമ്പോൾ കോമൺലി ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, മിക്കവരും ലെഗ് എടുത്ത് വെക്കുക ചെയ്യണത്. ഇങ്ങനെ നമ്മൾ നടക്കണ പോലെയോ അല്ലെങ്കിൽ ഓടുന്ന പോലെയോ ചിലവർ ലെഗ് എടുത്ത് വെക്കണത്. അങ്ങനെയല്ല പൊസിഷൻ വരേണ്ട ഒരിക്കലും. നമ്മൾ സ്കേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്ട്രെയിറ്റ് അല്ല പോണത്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് സ്കേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സ്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സ്ട്രെയിറ്റ് അല്ല വരേണ്ടത്. ലെഫ്റ്റ് ലെഗ് ടു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ലെഗ് ടു റൈറ്റ് സൈഡ്, ഇങ്ങനെ സൈഡ് ടു സൈഡാണ് നമ്മൾ മൂവ്മെൻറ്റ് വരേണ്ടത്. ഒരിക്കലും നേരെ നമ്മൾ സ്കേറ്റ് ചെയ്യില്ല. സൈഡ് ടു സൈഡേ മൂവ്മെൻറ്റ് വരുള്ളൂ. കണ്ടോ, ലെഫ്റ്റ് ലെഗ് ടു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ലെഗ് ടു റൈറ്റ് സൈഡ്, ലെഫ്റ്റ് ലെഗ് ടു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ലെഗ് ടു റൈറ്റ് സൈഡ്. ആ മൂവ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസ് ആദ്യം കാണിച്ചു തരാം. ഇപ്പോൾ 2 കോൺസ് ഉണ്ട്, റെഡ് ആൻഡ് ഗ്രീന്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പിടിച്ചു വെക്കുക. എന്നിട്ട് റൈറ്റ് ലെഗ് ടു റൈറ്റ് സൈഡ്, ലെഗ് വി ഷേപ്പ് വെക്കുക കേട്ടോ, നേരെ വെക്കാതെ ലെഗ് വി ഷേപ്പ് വെക്കുക. ലെഫ്റ്റ് ലെഗ് ടു ലെഫ്റ്റ് സൈഡ്. ഇതാദ്യം ഈ മൂവ്മെൻറ്റ് ആദ്യം പഠിക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് ലെഗാണോ വെക്കുന്നത് ആ ലെഗ് സ്ട്രെച്ച് ചെയ്ത് വെക്കുക.
മറ്റേ ലെഗ് ബെൻഡ് ചെയ്ത് വെക്കണം. വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ചു, മറ്റേ കാലോട്ട് പോയി. കണ്ടോ? ഈ മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാം. അത് പഠിച്ചതിന് ശേഷം അടുത്ത മൂവ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് റൈറ്റ് ലെഗ് നേരെ ഇങ്ങനെ പുഷ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, തിരിച്ചു വലിക്കുക. ലെഫ്റ്റ് ലെഗ് പുഷ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, തിരിച്ചു വലിക്കുക. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെങ്ത് നിങ്ങളുടെ അഡക്ടേഴ്സ് മസിൽസിൽ വേണം. അപ്പോൾ ഇത് ഈസി ആയിരിക്കില്ല, കുറച്ച് ടഫായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് ലെഗ് റൈറ്റ് സൈഡിലോട്ടും മൈൻഡ് സെറ്റ് വെക്കുക. എന്നിട്ട് പതുക്കെ ലിഫ്റ്റ് ചെയ്യുക. വി ഷേപ്പിൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഗ് വി ഷേപ്പിൽ വെച്ചിട്ട് വേണം പോകേണ്ടത്. ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് സൈഡ്, ദെൻ റൈറ്റ് ലെഗ് ടു റൈറ്റ് സൈഡ്, ലെഫ്റ്റ് ലെഗ് ടു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ലെഗ് ടു റൈറ്റ് സൈഡ്, ലെഫ്റ്റ് ലെഗ് ടു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ലെഗ് ടു റൈറ്റ് സൈഡ്. ഈ കാല് നിവർത്തുക. എന്നിട്ട് പതുക്കെ നിവർത്തിയിട്ട് ഈ ഒരു പുഷ് ക്ലിയർ ചെയ്യുക. ചിലവർക്ക് ഏതെങ്കിലും ലെഗ് ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലവർക്ക് റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ടുള്ളവർ, ചിലവർക്ക് ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവർ. അവർ ചെയ്യേണ്ട എക്സസൈസ് എന്ന് വെച്ചാൽ പുഷിംഗ് എന്ന് പറയും. രണ്ട് കൈയും നീയിൽ വെക്കുക, ലെഫ്റ്റ് ലെഗിൽ വെക്കുക, എന്നിട്ട് റൈറ്റ് ലെഗ് പുഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യണതിൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ആവും. അത് ലിഫ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് ഇൻക്രീസ് ആവും. ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ലെഫ്റ്റ് ലെഗ് ആണെങ്കിൽ പ്രശ്നമെങ്കിൽ രണ്ട് കൈയും റൈറ്റ് ലെഗിൽ വെക്കുക, എന്നിട്ട് ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക, കിക്ക് ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലെഫ്റ്റ് ലെഗ് മാത്രമേ ലിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. റൈറ്റ് ലെഗ് നേരെ തന്നെ വെക്കുക. ഈ ഒരു പുഷിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് ചെയ്യാൻ നേരത്ത് തന്നെ നിങ്ങളുടെ കുറച്ച് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ലത് മാറ്റം വരും. ഓക്കെ, വി ഷേപ്പ് വെക്കുക. ലെഫ്റ്റ് ലെഗ് ടു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ലെഗ് ടു റൈറ്റ് സൈഡ്, ലെഫ്റ്റ് ലെഗ് ടു ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ലെഗ് ടു റൈറ്റ് സൈഡ്. ബോഡി ബെൻഡ് ചെയ്ത് വെക്കുക. ബോഡി ഒരിക്കലും നിവർത്തി വെക്കരുത്. ബോഡി ബെൻഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ബോഡിയും ആ സൈഡിലോട്ട് പുഷ് ചെയ്യണം. ഇപ്പം ഏത് സൈഡിലോട്ടാണ് പോകുന്നത് ആ സൈഡിലോട്ട് ബോഡിയും പുഷ് ചെയ്യണം. ഈ പുഷ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് പ്രോപ്പറായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഹാൻഡ് മൂവ്മെന്റ്സ് ആണ്. കൈ എങ്ങനെ സ്വിങ് ചെയ്യണം. നമ്മൾ നടക്കുമ്പോൾ എങ്ങനെ കൈ സ്വിങ് ചെയ്യണം? റൈറ്റ് ലെഗ് ഫ്രണ്ടോട്ട് തന്നെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ബാക്കിലോട്ടോ. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നടക്കുക. നടക്കുമ്പോൾ ശ്രദ്ധിക്കുക ഏത് ലെഗാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കണമെങ്കിൽ റൈറ്റ് ഹാൻഡ് അങ്ങോട്ടാ പോകേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് നടന്നു നോക്കുക. ഇനി സ്കേറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഷൂ ഊരിയിട്ട് ഒരു എക്സസൈസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ വി ഷേപ്പ് വെച്ചു, റൈറ്റ് ലെഗ് പുഷ് ചെയ്തു, റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്തു. കണ്ടോ? ക്ലോസ് വെക്കണം. ലെഫ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്തു. റൈറ്റ് ലെഗ് പുഷ് ചെയ്തു, റൈറ്റ് ഹാൻഡ്. ലെഫ്റ്റ് ലെഗ് പുഷ് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ്. ഇങ്ങനെ ഇതാണ് പുഷ് വരേണ്ടത്. ഹാൻഡ് സ്വിങ് വരേണ്ടത് ഇതാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ലെഗും ഹാൻഡും സ്വിങ്, അതായത് ഒരു സിങ്ക് വരാൻ നേരത്ത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള എക്സസൈസ് ഞാൻ ഷൂ ഊരിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇനി നമ്മൾ ഹാൻഡ് സ്വിങ്ങിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ സ്കേറ്റിങ്ങിൽ കാണിച്ചു തന്നു. ചിലർക്ക് അത് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിനുള്ള എക്സസൈസ് ആണിത്. ലെഗ് സ്ട്രെച്ച് ചെയ്ത് വെക്കുക, കൈ ബാക്കിൽ വെക്കുക, എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ലെഗ്, ഇപ്പം ഞാൻ ബെൻഡ് ചെയ്യണത് എൻ്റെ ലെഫ്റ്റ് ലെഗാണ്. ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്തു, കണ്ടോ? ഇങ്ങനെ ബെൻഡ് ചെയ്തപ്പോഴത്തേക്കും ബോഡി ഫ്രണ്ടോട്ട് ബെൻഡ് ചെയ്തു. ഇനി ബോഡി നിവർത്താതെ ആ ഒരു പൊസിഷൻ തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടുത്ത കാലം ബെൻഡ് ചെയ്യുക. ഈ എക്സസൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സ്കേറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വാം പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ലെഗാണോ നമ്മൾ ബെൻഡ് ചെയ്യുന്നത് ആ ഹാൻഡ് സ്വിങ് ചെയ്യണം. ഇപ്പം ഞാൻ ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്യാൻ നേരത്ത് ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലോട്ട് സ്വിങ് ചെയ്യണം. സ്വിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തമ്പ് ഡൗൺ ആയിരിക്കണം. സ്വിങ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ വരണം. ഒരിക്കലും ഇങ്ങനെ തുറന്നു വരാനോ ഇങ്ങനെ തിരിഞ്ഞു പോകാനോ പാടില്ല. നേരെ ബാക്കിലോട്ട് ഇങ്ങനെ തംസ് അപ്പ് ഇങ്ങനെ പിടിക്കണമെങ്കിൽ കണ്ടോ, തമ്പ് ഡൗൺ ആയിരിക്കണം. ഇനി മറ്റേ കൈ ശ്രദ്ധിക്കേണ്ടത് തമ്പ് അപ്പ് വെച്ചിട്ട് ആ ഷോൾഡറിൽ ടാപ്പ് ചെയ്യണം. ഇങ്ങനെ ഈ ഷോൾഡറിൽ ടാപ്പ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം തമ്പ് ഡൗൺ ആയിരിക്കണം, അപ്പ് വരാൻ പാടില്ല. ഈ തമ്പ് ഇവിടെ വരണം. ഈ ഒരു ആക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇതിങ്ങനെ ബെൻഡ് ചെയ്ത്, ബോഡിയും ബെൻഡ് ചെയ്ത്, നീസും ബെൻഡ് ചെയ്ത് ഇങ്ങനെ സ്വിങ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലെഗ് ക്ലോസ് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് സൈഡിലോട്ട് വെക്കുക, ക്ലോസ് ചെയ്യുക.
റൈറ്റ് സൈഡിലോട്ട് വെക്കുക, ക്ലോസ് ചെയ്യുക. ഈ ഒരു ആക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊസിഷൻ എങ്ങനെയെന്ന് വെച്ചാൽ സെയിം തന്നെ ഔട്ട് വെച്ചു. ഇനി ഈ ലെഗ് നമ്മൾ ബാക്കിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് വെക്കണം. ബാക്കിലോട്ട് വെച്ചു, ലെഫ്റ്റ് ലെഗ് ബാക്കിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് നേരെ വെക്കണം. ഔട്ട് പോയി ഒരു സർക്കിൾ പോലെ ഇങ്ങനെ വലിക്കുക കാല്, എന്നിട്ട് നേരെ കൊണ്ടുവന്ന് വെക്കണം. ഇതാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലെഗിൻ്റെ കൺട്രോൾ കുറച്ച് ഇമ്പ്രൂവ് ആവും. ഈ മൂവ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക വിത്ത് ഹാൻഡ് സ്വിങ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹാൻഡ് സ്വിങ്ങിൻ്റെ പറഞ്ഞു തന്നു, പാർട്ട് ഞാനിപ്പോൾ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ബോഡിയുടെ പൊസിഷൻ എങ്ങനെ വെക്കേണ്ടത്, നീയുടെ പൊസിഷൻ എങ്ങനെ വെക്കേണ്ടത്, ആംഗിളിൻ്റെ പൊസിഷൻ എങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു തന്നു. ലെഗ് ലിഫ്റ്റിങ്ങിൻ്റെ പറഞ്ഞു തന്നു. പിന്നെ ലെഗിൻ്റെ പൊസിഷൻ്റെ കാര്യം പറഞ്ഞു തന്നു. വി ഷേപ്പ് വെച്ചിട്ട് പുഷ് ചെയ്യേണ്ടത്, സൈഡ് ടു സൈഡ് മൂവ് ചെയ്യേണ്ടത്, നേരെ കാലെടുത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ലൊരു പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് വഴി എടുക്കുക. ഓക്കെ, നിങ്ങളുടെ കുട്ടികളെ ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ആംഗിൾ ഇൻവേർഡ് ഔട്ട്വേർഡ് വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ആംഗിളിൻ്റെ സ്ട്രെങ്തനിങ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.